നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ ക്വാളിറ്റി തന്നെ എടുക്കാവുന്ന ക്യാമറകളാണ്, പല മൊബൈലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ സിനിമ കുറച്ചും കൂടി എല്ലാവർക്കും പിന്നെ സിനിമ കാണാനും ലോക സിനിമകൾ കാണാനുള്ള സൗകര്യങ്ങൾ പണ്ടതില്ലല്ലോ. കുറച്ചും കൂടി പ്രേക്ഷകന് നല്ല വലിയ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമയെക്കാളും പ്രേക്ഷകനിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ എത്ര മോഡേൺ ആയിട്ടുള്ള സിനിമകൾ വന്നാലും പ്രേക്ഷകനിലേക്ക് എത്തും പെട്ടെന്ന്. പണ്ടത് ഇല്ലായിരുന്നു. പിന്നീട് സാർ ഇപ്പോൾ പറഞ്ഞില്ലേ ക്യാമറ ഫിലിം ഒരുപാട് മാറ്റണം, ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാറ് ലൈക്ക് ഓർക്കുമ്പോൾ ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട വന്നത്? അങ്ങനെയല്ല, പണ്ട് ഈ പറഞ്ഞ പോലെ പണ്ട് റിഹേഴ്സൽ ചെയ്യും. ഇപ്പം ഇന്ന് ഇപ്പം അത്ര റിഹേഴ്സൽ ചേട്ടാ എടുക്കാം അല്ല നമ്മൾ നോക്കിയിട്ടില്ല കുഴപ്പമില്ല പിന്നെ എടുക്കാമല്ലോ എന്ന് പറയും. പണ്ടതല്ല, പണ്ട് റിഹേഴ്സൽ ചെയ്ത് എല്ലാവരും ശരിയാണോ ഓക്കെ ആണോ എല്ലാവരും തമ്മിൽ അന്ന് ഒന്നും കൂടെ നോക്കാം, ലാസ്റ്റ് ഒന്നും കൂടെ നോക്കിയേക്കാം. അങ്ങനെ നോക്കി കൃത്യമായിട്ട് എല്ലാവരുടെയും മൂവ്മെൻറ്റും ക്യാമറ മൂവ്മെൻറ്റും ലൈറ്റും എല്ലാം നോക്കി എന്നെടുക്കാം. ആ എടുപ്പ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇപ്പോൾ ഒരു മാഗസീൻ മീൻസ് അന്നത്തേക്ക് 450 അടിയോ മറ്റോ ആണ് ഒറ്റ മാഗസീൻ. ആ മാഗസീൻ മറ്റേ വേറെ മാഗസീൻ എടുക്കണം. ഒറ്റ മാഗസീനിൽ ഒരു ഒറ്റ ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റിയാൽ വീണ്ടും അത്രയും ഫുൾ മാഗസീൻ ഫിലിം നഷ്ടപ്പെടില്ലേ. അപ്പോൾ ആ കുറച്ചും കൂടി നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ അത്ര കുറച്ചും കൂടി ലാഘവത്തോടെ അതിനെ കാണാൻ പറ്റും.